ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റിൻ്റെ VXI ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്തുണ്ട്, ഇതൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേരിയൻ്റ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. സ്വിഫ്റ്റിൻ്റെ ഏറ്റവും ബേസ് മോഡലായ LXI എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് എക്സ്ഷോറൂം പ്രൈസ് 6,49,000 രൂപയും ഓൺ റോഡ് പ്രൈസ് വരുമ്പം 7,54,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. VXI ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 7,56,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡ് നമുക്കൊരു 8,80,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് കിട്ടും. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടോ, ഒരു വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ. അപ്പോൾ ഫ്രണ്ട് പോർഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഗ്രില്ലുകൾ നോക്കാം. ഗ്രില്ലുകൾ ഫുള്ള് പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ബേസ് മോഡൽ തൊട്ട് നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്താണ് കിട്ടുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈനൊക്കെ അവർ കുറച്ച് ചേഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ മേളിലേക്ക് നോക്കുകയാണെങ്കിൽ ആ സുസുക്കി എന്ന് പറയുന്ന ബാഡ്ജിങ് സെൻട്രലായിട്ട് അത്യാവശ്യം വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട മറ്റൊരു ചേഞ്ച് വന്നിരിക്കുന്നത് ഈ ഒരു ബോണറ്റിലേക്കാണ്. ബോണറ്റ് കുറച്ചും കൂടെ ഇറങ്ങിയായിരുന്നു നേരത്തെ സ്വിഫ്റ്റിനകത്ത് നിന്നിരുന്നെങ്കിൽ, ഇപ്പോൾ അത് കുറച്ച് ബാക്കിലേക്ക് കയറിയാണ് നിൽക്കുന്നത്. അതേപോലെ ആ ഒരു പോർഷൻ കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്നൊന്ന് പൊങ്ങി പോകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അകത്ത് ഫുൾ ഒരു ബ്ലാക്ക് തീമിനകത്താണ് ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ആണ്, ഹാലജൻ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. LED ഒക്കെ നമുക്ക് ഇതിൻ്റെ അടുത്ത വേരിയൻറ്റ്സ് തൊട്ടാണ് നമുക്ക് LED ഹെഡ് ലാമ്പുകൾ അവൈലബിൾ ആകുന്നത്. പിന്നെ നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ട് ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. DRLs ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് DRLs പോലെ തന്നെ ആക്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ആ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ DRL ആയിട്ടാണ് തോന്നുക. ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഹെഡ് ലാമ്പ് യൂണിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. താഴേക്ക് പോവുകയാണെങ്കിൽ ഫോഗ് ലാമ്പ്സ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് അവൈലബിൾ അല്ല. അവിടെ ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു പീസ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത വേരിയൻസ് അല്ല, ടോപ്പ് എൻഡ് വേരിയൻസ് തൊട്ടാണ് നമുക്ക് ഫോഗ് ലാമ്പ്സ് അവൈലബിൾ ആകുന്നത്. പിന്നെ നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ടൊരു ബ്ലാക്ക് ക്ലാഡിങ് കാണാം ബമ്പറിൻ്റെ ഏറ്റവും അവസാനത്തായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ട് പോർഷനെ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം ഭംഗിയായിട്ടൊക്കെ തന്നെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും പഴയ സ്വിഫ്റ്റുമായിട്ടൊരു വലിയ മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, എന്നാൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ രീതിയിലാണ് ഫ്രണ്ട് പോർഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷനിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ ടയേഴ്സ് നമുക്ക് പറയാം. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ പറഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടയേഴ്സ് പറയാം. 14 ഇഞ്ച് ടയേഴ്സാണ് ബേസ് മോഡൽസിനകത്തും അല്ലെങ്കിൽ ഈ ഒരു വേരിയൻസിനകത്തൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ അടുത്ത വേരിയൻറ്റിലെ ടോപ്പനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് 15 ഇഞ്ച് ടയേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആകുന്നത്. പിന്നെ അലോയ് വീൽസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്നില്ല. അതിന് പകരം ഒരു വീൽ കപ്പ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള സാധാ വീൽ കപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ബോണറ്റിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുന്ന ഈ ഒരു കട്ടിങ്സ് ഇതിങ്ങനെ ക്യാരക്ടർ ലൈനായിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് പോയി അത് ബാക്കിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ ലൈൻസ് അല്ല ആ ഒരു സൈഡിലെ ആ ഒരു ഷോൾഡർ ലൈനിൻ്റെ ആ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോഡി കളേർഡ് ആയിട്ടുള്ള ORVMs നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ആ ഒരു മിറേഴ്സിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി കളേർഡ് ആയിട്ടുള്ള ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കീലെസ് എൻട്രി കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു ചേഞ്ച് വന്നിരിക്കുന്നത് നേരത്തെ സ്വിഫ്റ്റിനകത്ത് നമുക്ക് കാഴ്ചയിൽ 3 ഡോർ ആണെന്ന് തോന്നുമായിരുന്നു. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഹാൻഡിൽസ് ഈ ഒരു പോർഷനിലായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് മാറ്റി നോർമൽ കാർസിൻ്റെ ഒക്കെ പോലെ 4 ഡോർ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ പല ആളുകളും നേരത്തെ ഈ ഹാൻഡിൽസ് എവിടെയാണെന്ന് അറിയാൻ പാടില്ലാത്ത ആളുകൾ ഇവിടെ നിന്ന് പെട്ടെന്ന് കയറാനൊക്കെ പറയുമ്പോൾ വന്ന് തപ്പും. ഇപ്പം ആ ഒരു പ്രോബ്ലം ഇല്ല, ഹാൻഡിൽസ് ഇവിടെ കൊടുത്തതുകൊണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ അതുകൊണ്ട് കുറച്ച് ഗ്ലാസ് ഏരിയ ആക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ട്. നേരത്തെ അവിടെ ഹാൻഡിൽസ് ആയിരുന്നു, അത് മാറ്റി അവിടെ ഇപ്പോൾ ഗ്ലാസ് ഏരിയ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അകത്തു നിന്നുള്ള വിസിബിലിറ്റി കുറച്ചും കൂടെ കൂടുന്നുണ്ട്. ആ ഒരു എയറി ഫീൽ കുറച്ചും കൂടെ ഇപ്പോൾ പുതിയ സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടും. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പുതിയ സ്വിഫ്റ്റിൻ്റെ സൈഡ് പോർഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്ക് സൈഡ് നോക്കാം. സ്വിഫ്റ്റിൻ്റെ ബാക്ക് സൈഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഒന്നും നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ള മറ്റൊരു ചേഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ ഡിസൈനൊക്കെ മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. അതേപോലെ അകത്ത് ഫുള്ള് LED ലൈറ്റ്സ് ആണ്. ഈ റിവേഴ്സ് ലൈറ്റ് മാത്രമാണ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നത്. നേരത്തെ സ്വിഫ്റ്റിനകത്ത് ഒരു റെഡ് കളർ ലൈറ്റൊക്കെയാണ് വരുന്നതെങ്കിൽ പല ആളുകളും അതെടുത്തിട്ട് സ്മോക്ക് ചെയ്ത് ആ സ്മോക്ക് എഫക്റ്റ് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഡയറക്റ്റ് അവർ തന്നെ ആ ഒരു സ്മോക്കി എഫക്റ്റ് നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ്
യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ലൈറ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ ഹാലജൻ ആയിട്ട് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് വരുന്നത്. പിന്നെ നമ്മൾ മേളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആൻറ്റിന കാണാം. താഴേക്ക് വരുമ്പോൾ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. അതിൻ്റെ താഴെയായിട്ട് ഡിഫോക്കൽ ലൈൻസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. റിയർ വൈപ്പർ നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്നില്ല. ക്യാമറ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് കിട്ടുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സൈഡിൽ നിന്ന് വരുന്ന ആ ഒരു ലൈൻസ് നമുക്ക് ബാക്കിൽ ഇതേപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ആ ഒരു ക്യാരക്ടർ ലൈൻ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോർഷനിലായിട്ട്. ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് ആ ഒരു മിനി കൂപ്പറിൻ്റെ ഒക്കെ ആ ഒരു ഡിസൈനുമായിട്ട് എവിടെയൊക്കെ ഒരു നല്ല രീതിയിൽ സാമ്യം നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ സ്വിഫ്റ്റിൻ്റെ ബാഡ്ജിങ് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കാണാം. പിന്നെ നോക്കുകയാണെങ്കിൽ ആ സുസുക്കിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വേരിയൻറ്റ് മനസ്സിലാവുന്ന രീതിയിൽ ആ VXi അങ്ങനത്തെ ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. നല്ല കാര്യമാണ്. നമുക്ക് ഏത് വേരിയൻ്റാണ് നമ്മൾ ഓടിക്കുന്നതെന്ന് മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബമ്പറിൻ്റെ പോർഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻസേഴ്സ് കാണാം. 4 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ട് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ചേഞ്ചസ് ഒന്നും ബമ്പറിന് വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്വിഫ്റ്റിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. 265 ലിറ്ററാണ് ബൂട്ട് സ്പേസ് ഇപ്പോൾ വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സ്വിഫ്റ്റിനകത്ത് 268 ലിറ്റർ ആയിരുന്നു. ഒരു 3 ലിറ്റർ ബൂട്ട് സ്പേസ് കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് പാർസൽ ട്രേ അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് സ്പെയർ വീൽസ് കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീൽസിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത് 14 ഇഞ്ച് സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ തൂക്കിയിടാനുള്ള ഹുക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയർ നമ്മൾ നോക്കുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളെ കീ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കീ വരുന്നത്. ചെറിയ കീ ആണ്. നമുക്ക് സിമ്പിളായിട്ട് പോക്കറ്റിലൊക്കെ ഇടാൻ പറ്റും. ഇത്രേ ഉള്ളൂ, കുഞ്ഞു കീ കേട്ടോ. പിന്നെ ലോക്ക് അൺലോക്ക് 2 ബട്ടൺസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. നീല കളറിനകത്ത് ആ ഒരു സുസുക്കിയുടെ ലോഗോ കാണാം. കീ കുഴപ്പമില്ല, നമുക്ക് ചുമ്മാ പോക്കറ്റിലിട്ടാൽ മതി. കീലെസ് എൻട്രി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കീ പോക്കറ്റിലിട്ടുകൊണ്ട് നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ വണ്ടി അൺലോക്ക് ചെയ്യും. ഡോർ പാഡ്സും നമുക്ക് നോക്കാം. ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ളൊരു തീമാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ടെക്സ്ചർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാമ്പിൻ്റെയൊക്കെ സ്കിൻ പോലത്തെ ഒരു ടെക്സ്ചർ നമുക്ക് കാണാം. അതേപോലെ ഇവിടെ വേറൊരു ടെക്സ്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഈ കൈ വെക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഫാബ്രിക്സ്, ആ സീറ്റിലൊക്കെ വരുന്ന ആ ഒരു ഫാബ്രിക്സ് ഈ ഒരു പോർഷനിലായിട്ട് കുറച്ചും കൂടെ ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് കാണാം. പിന്നെ 4 ഡോർ പവർ വിൻഡോ നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഡോർ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ള കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വേരിയൻറ്റ് തൊട്ടാണ് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നത്. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസും ആ ഒരു ബോട്ടിൽ ഹോൾഡറെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് സ്പീക്കേഴ്സ് വരുന്നത്. 4 സ്പീക്കേഴ്സാണ് വരുന്നത്. അത് 4 ഡോറിലായിട്ടാണ് സ്പീക്കേഴ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അകത്തുനിന്ന് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് നമുക്ക് കയറിയപ്പം ഫുള്ളി ബ്ലാക്ക് ആണ്. എല്ലാ പോർഷനും ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഫിനിഷാണ്. സീറ്റ്സ് ആയാലും ഫുള്ളി ഒരു പോർഷൻ ആയാലും എല്ലാം. മേളിൽ മാത്രമാണ് ഒരു ബീച്ച് കളർ വരുന്നത്. ബാക്കി ഫുള്ളി ബ്ലാക്കിൻ്റെ ഒരു സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഡാഷ്ബോർഡ് മൊത്തത്തിൽ കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ എവിടെയൊക്കെയോ സുസുക്കിയുടെ വാഹനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പോർഷനിൽ എവിടെയൊക്കെയോ നമുക്കൊരു BMW ടച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എൻ്റെ ഒരു സംശയമാണ്. കാരണം ആ ഒരു ഡാഷ്ബോർഡിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചെറിയൊരു ഫീലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അതിൻ്റെ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ, ഈ ഒരു പീസ് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് എൻഡിൽ പോകുമ്പം ഒരു ബ്രഷ്ഡ് അലുമിനിയം കളറിലായിരിക്കും നമുക്ക് കിട്ടുക. ഇതിനകത്ത് ഒരു ബ്ലാക്ക് ഫിനിഷാണ്. പക്ഷേ അവിടെ ഒരു ടെക്സ്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെറിയ രീതിയിൽ. അതേപോലെ ACD ഈ ഒരു പോർഷനിലും ഇവിടെയെല്ലാം ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു 6 എയർ ബാഗ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ബേസ് മോഡൽ തൊട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സേഫ്റ്റിയുടെ കാര്യത്തിനകത്തും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് സ്വിഫ്റ്റിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ പുതിയ സെഗ്മെൻറ്റിനകത്ത് അല്ല പുതിയ ജനറേഷൻ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബേസ് മോഡൽ തൊട്ട് നമുക്ക് 6 എയർ ബാഗ്സ് അവൈലബിൾ ആണ്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് മോഡൽ തൊട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം സേഫ്റ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ ഇതിൻ്റെ NCAP റേറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇന്ത്യയിൽ വന്നിട്ടില്ല. ജപ്പാനിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഇന്ത്യയിലേക്കും വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് സ്റ്റിയറിംഗ് നോക്കാം. നമ്മൾ സുസുക്കിയുടെ വാഹനങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു സെയിം സ്റ്റിയറിംഗ് ആണ്. സെൻട്രലായിട്ട് ലോഗോ കാണാം. അതേപോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനും ഉള്ള ആ ഒരു വോയിസ് കമാൻഡ് സ്വിച്ചസ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. പിന്നെ ലെതർ റാപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്നില്ല. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ലെതർ റാപ്പായിരിക്കും. അതേപോലെ ഈ ഒരു പോർഷനിലെല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻട്രലായിട്ട് MID കാണാം. പിന്നെ 2 അനലോഗ് ആയിട്ടുള്ളൊരു മീറ്റേഴ്സ് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ സ്വിഫ്റ്റിനകത്ത് ഒരു റൗണ്ടിനകത്തായിരുന്നു ആക്ച്വലി അത് ഇരിക്കുന്നത്. ഇപ്പോൾ അത് മാറ്റി കുറച്ചും കൂടെ ഫ്ലാറ്റ് ആക്കി. എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി ഇഷ്ടം ആ പഴയ ഒരു മീറ്റർ കൺസോൾ ആയിരുന്നു. ഇപ്പോൾ അതെന്തായാലും
എന്തായാലും മാറ്റിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് കിട്ടുന്നുണ്ട്. 7 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കിട്ടുന്നത്. 4 സ്പീക്കേഴ്സ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ AC-യുടെ ആ ഒരു വെൻറ്റ് കാര്യങ്ങളെല്ലാം അവർ കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് തന്നെ നമുക്ക് കുറച്ച് കൺട്രോൾസ് അല്ലെങ്കിൽ ഈ കണക്റ്റഡ് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻ്റ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആ ബലേനയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഒരു AC-യുടെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടോഗിൾ സ്വിച്ചസ് എന്നാണോ എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ആ ഒരു രീതിയിലുള്ള കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. സ്വിച്ചസ് എല്ലാം ഈ രീതിയിൽ ഫിസിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നല്ല കാര്യമാണ്. കാരണം AC ഒക്കെ നമ്മൾ ഈ ടച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് USB ചാർജിങ് സോക്കറ്റ് ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഇവിടെയായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടോപ്പ് നമുക്ക് വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. ഇതിനകത്ത് വയർലെസ് ചാർജർ കാര്യമൊന്നും അവൈലബിൾ അല്ല. ബാക്കിലേക്ക് വരുമ്പം ഇവിടെയായിട്ട് നമുക്കൊരു കപ്പ് ഹോൾഡേഴ്സ് 2 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷോ കാര്യങ്ങളൊന്നും ഈ വേരിയൻസി കിട്ടുന്നില്ല. ടോപ്പിലേക്ക് പോകുമ്പോൾ അത് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെളിയായിട്ടിരിക്കുകയാണ്. നമ്മൾ യാർഡിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വരുമ്പം ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡർ പോലത്തെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്. ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, വളരെ കുഞ്ഞത് കണ്ട് എൻ്റെ ഈ കൈ ഫുള്ളായിട്ട് പോലും കയറില്ല. അത്രയും കുഞ്ഞൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. പിന്നെ ഹാൻഡ് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇനി നമ്മൾ പറയേണ്ടത് സീറ്റ്സിനെ കുറിച്ചാണ്. സീറ്റ്സ് ആക്ച്വലി അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. ഒരു പാറ്റേൺ ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ആ ഒരു ഫാബ്രിക്സ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് എൻഡിലും ഈ ഒരു സെയിം സീറ്റ്സ് ഒക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ബോൾസ്റ്റേഴ്സ് കൊള്ളാം, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ബോൾസ്റ്റേഴ്സാണ്. ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, വലിയ ഹെഡ് റെസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ കൈവെക്കുന്ന ഈ പോർഷനും നമുക്ക് ഇരിക്കുന്ന ആ ഒരു പൊസിഷനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഹെഡ് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്നില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ മാനുവലി മിറേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്യണം. എവിടെയായിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ്സ് ഒന്നുമല്ല, ഹാലജൻ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കോ ഡ്രൈവറിൻ്റെ ഭാഗത്ത് നമുക്ക് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ടിക്കറ്റ് ഹോൾഡർ നമുക്ക് കാണാം. മിറേഴ്സോ കാര്യങ്ങളൊന്നും ഡ്രൈവറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാനില്ല. അപ്പം സീറ്റുകൾ പിന്നെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആണ്. പിന്നെ കുറച്ച് നമ്മൾ കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനം പണ്ട് തൊട്ടേ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ബാക്കിലെ സീറ്റുകളുടെ കംഫർട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ ആദ്യം തന്നെ നമ്മൾ തൈ സപ്പോർട്ടായിരിക്കും പറയാം. തൈ സപ്പോർട്ട് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ തൈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കാലുകൾ നമുക്കിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റുന്നുണ്ട്, അതും കുഴപ്പമില്ല. അതുകൊണ്ട് പക്ഷേ എനിക്കിത് കാലിങ്ങനെ മുട്ടിയായിരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് നമുക്ക് സ്പേസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്രയും സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്നുവെച്ചാൽ ഈ സീറ്റുകൾ നല്ലതായിട്ട് സ്കൂപ്പ് ചെയ്തായിരിക്കുന്നത്. പിന്നെ ഈ ഒരു മെറ്റീരിയലും ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ പോലെ അകത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു എലാസ്റ്റിക് ഒക്കെ പോലെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ കാല് തട്ടി നിൽക്കുന്ന ഫീലോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. അതിന് സെൻട്രലായിട്ട് ടണൽ പോകുന്നുണ്ട്. കാലുകൾ നമ്മൾ സൈഡിലേക്ക് വെക്കണം. പിന്നെ ബാക്കിലും ഫുള്ള് ആ ഒരു ബ്ലാക്ക് കളർ തീമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇവിടെ നേരത്തെ ആ ഒരു കവർ ചെയ്ത് വരികയായിരുന്നു. ഇപ്പോൾ ആ ഒരു പോർഷൻ ഒരു ഗ്ലാസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്കുള്ള ആ ഒരു വിസിബിലിറ്റി കുറച്ചും കൂടെ കൂടും. ആ ഒരു എയറി ഫീല് നമുക്ക് കുറച്ചും കൂടെ കിട്ടും. ഹെഡ് സ്പേസ് അത്യാവശ്യം വരുന്നുണ്ട്, തട്ടുന്നൊന്നുമില്ല. അതുകൊണ്ട് ഒരു 4 വിരലിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് ഹെഡ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കഴുത്ത് ബാക്കിലേക്ക് പോകും. എൻ്റെ ഹൈറ്റിലുള്ള ആളുകളൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഹെഡ് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൈ വെക്കുന്ന പോർഷൻ അതൊന്നും വലിയ പ്രശ്നമില്ല. നമ്മൾ പിന്നെ സാധാരണ എല്ലാ സുസുക്കിയുടെ വാഹനങ്ങളിലും കണ്ടുവരുന്ന രീതിയിലുള്ള സ്വിച്ചസ്, അതേപോലെ ഈ ഒരു ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം അതെല്ലാം സെയിം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള തീമാണ്. പിന്നെ സ്വിഫ്റ്റിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു വലിയ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നേരത്തെ K സീരീസിനകത്ത് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു 1.2 ലിറ്റർ എഞ്ചിൻ 4 സിലിണ്ടർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് കിട്ടുന്നത്. ടോർക്കിനകത്ത് വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. നേരത്തെ 113 എണ്ണം ആയിരുന്നു, ഇപ്പോൾ 112 എണ്ണം ടോർക്കാണ് കിട്ടുന്നത്. പക്ഷേ സിലിണ്ടറിനകത്താണ് ഒരു സിലിണ്ടർ കുറവ് വന്നിട്ടുണ്ട്. അതേപോലെ BHP ആണെങ്കിലും ഒരു 8 BHPയോളം കുറവാണ്. നമുക്ക് 82 BHP ആണ് ഇപ്പോൾ പുതിയ സ്വിഫ്റ്റിനകത്ത് നമുക്ക് കിട്ടുന്നത്. അത് മൈലേജിനെ കാര്യമായ രീതിയിൽ തന്നെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം 25.7 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അതാണ് സ്വിഫ്റ്റിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അട്രാക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇത്രയും മൈലേജ്, ഇപ്പോൾ ഇത്രയും പെട്രോളിന് വില കൂടി നിൽക്കുന്ന സമയത്ത് മൈലേജ് കിട്ടുന്ന കാസ് നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു സ്വിഫ്റ്റിനകത്ത് നമുക്ക് മൈലേജ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മൈലേജ് കിട്ടും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പുതിയ സ്വിഫ്റ്റിൻ്റെ VXi ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ഉള്ള മറ്റ് വേരിയൻറ്റ്സ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കിട്ടുമ്പോൾ അതും ചെയ്യാം. അതേപോലെ എനിക്ക് ഈ വേരിയൻറ്റ് ആക്ച്വലി നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു 2 അലോയ് വീൽസിൻ്റെ ഒരു കുറവുണ്ട്, റിവേഴ്സ് ഒരു ക്യാമറയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ മതി. കോട്ടയത്തെ ABG അരീന ഷോറൂമിൻ്റെ നമ്പറാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്, ലോൺസ്, EMI, ഡൗൺ പേയ്മെൻറ്റ്, അങ്ങനെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക. അത് വണ്ടിയുടെ ഫീച്ചേഴ്സൊക്കെ അറിയാനാണെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങളുടെ ഫീച്ചേഴ്സ് അറിയണം, വേരിയൻറ്റ് വൈസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഈ വീഡിയോയുടെ താഴെ, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.